ജനം ടിവിയുടെയും ജനം സൗഹൃദ വേദി ഡൽഹി യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഓണം അറ്റ് ദില്ലി ഓണാഘോഷ പരിപാടി ഇന്ന് മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ ഔദ്യോഗിക വസതിയിൽ അല്പസമയത്തിനകം ആരംഭിക്കും. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും കലാകാരന്മാരും പരിപാടിയുടെ ഭാഗമാകും. എസ് ശ്രീകാന്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഒരുക്കങ്ങളെല്ലാം സജ്ജമായി കഴിഞ്ഞു. ജനം ടിവിയുടെയും ജനം സൗഹൃദ വേദി ഡൽഹി യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ ഓണം അറ്റ് ദില്ലി ഓണാഘോഷ പരിപാടികൾ എവിടം വരെ എത്തി നിൽക്കുന്നു? രോഹിണി, ഹാപ്പി ഓണം. ഇപ്പോൾ നമ്മുടെ ഓണം രാജ്യ തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ, മുഖ്യമന്ത്രി രേഖാ ഗുപ്താജിയുടെ വസതിയിൽ നിന്നും ആരംഭിക്കുകയാണ്. നമ്മൾ ജനം ടി വി ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വസതി കാണാം. മുഖ്യമന്ത്രിയുടെ വസതിയിൽ നമ്മുടെ പരിപാടിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. 9:30 മുഖ്യമന്ത്രി നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുകയും ചെയ്യും. ഇനി നമുക്ക് ഇവിടുത്തെ ഒരുക്കങ്ങളിലേക്കൊന്ന് പോകാം. രോഹിണി, ഒരുപക്ഷേ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടായിരിക്കാം, ഉണ്ണി ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകണം. നമ്മുടെ രാജ്യത്ത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കണം ഒരു മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഇതുപോലെ ഒരു ഓണാഘോഷ പരിപാടി, മലയാളികളെമ്പാടും എത്തി ഒരു ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം. ഇതിനു മുൻപ് നമ്മളൊന്നും തന്നെ ഈ രീതിയിൽ ഇത്തരത്തിലൊരു ആഘോഷ പരിപാടി ഡൽഹിയിൽ കണ്ടിട്ടില്ല. അത് ചില പരിപാടികളൊക്കെ തന്നെ നടക്കാറുണ്ട്, വിളിച്ച് സദ്യയൊക്കെ നൽകി അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഇതാദ്യമായിരിക്കാം മലയാളികൾ ഒന്നടങ്കം എത്തുന്ന ഒരു TV ചാനൽ അതിന് നേതൃത്വം വഹിക്കുന്ന ഒരു പരിപാടി. ഇത് ആദ്യം എന്ന് തന്നെ കരുതാം. ഇതാ നമ്മുടെ ഇവിടുത്തെ ജനം സൗഹൃദ വേദിയിലെ ആളുകൾ എല്ലാവരും തന്നെ രാവിലെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോടൊക്കെ ഒന്ന് ചോദിക്കാം. എവിടെ വരെ ഒരുക്കങ്ങൾ സൈദ ചേച്ചി? നമ്മൾ അത്യധികം ഭംഗിയായി നടക്കുന്ന ഓണം പ്രോഗ്രാമിന് വേണ്ടി ആദ്യമായാണ് നമ്മുടെ ഇന്ദ്രപ്രസ്ഥത്തിൽ മുഖ്യമന്ത്രിയോടൊത്ത് ഒരു ഓണം എന്നുള്ളത്. എങ്ങനെയുണ്ട് ഈ അനുഭവം? എങ്ങനെയുണ്ട്? വളരെ പുതിയ അനുഭവമാണ്. വളരെ എക്സൈറ്റഡ് ആണ്. ഞങ്ങളെല്ലാം വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഈ പൂക്കളം, ഉണ്ണി, ആ പൂക്കളത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇതേ ഈ ജനം സൗഹൃദ വേദിയുടെ നമ്മുടെ താരങ്ങൾ ഇവിടെയുണ്ട്. അവരാണ് ഈ പൂക്കളമൊക്കെ തന്നെ ഒരുക്കുന്നത്. എങ്ങനെയുണ്ട് ഓണാഘോഷം? ഈ രാജ്യ തലസ്ഥാനത്ത് ഓണാഘോഷം മുഖ്യമന്ത്രിയുടെ വസതിയിലാണ്. എങ്ങനെയുണ്ട് ആ ഒരു അനുഭവം? ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് CMനോടൊപ്പം ഒരു ഓണം ആഘോഷിക്കുന്നത് തന്നെ. ഞങ്ങളിതൊരു ലൈഫ് ടൈം മൊമെൻ്റ് ആയിരിക്കും. അതായത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ നമ്മുടെ ഓണാഘോഷ പരിപാടി നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. വളരെ നമ്മൾ ഇവിടെ സംസാരിക്കാൻ വേണ്ടി അവരോട്, രേഖാ ഗുപ്താജിയോട് സംസാരിക്കുന്നതിന് വേണ്ടി നേരത്തെ എത്തിയ ഘട്ടത്തിൽ നമ്മളോട് വളരെ അനുഭാവപൂർണമായ സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതേ നമ്മുടെ പഞ്ചവാദ്യം ടീം ഇവിടെയുണ്ട്. രോഹിണി, നമുക്കിന്ന് താളവിസ്മയം തീർക്കാൻ നമ്മുടെ പഞ്ചവാദ്യം ടീം ഒന്ന് ചെറുതായി ഒന്ന് കൊട്ടാമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? നമ്മുടെ പഞ്ചവാദ്യം ടീം ഇവിടെ അണിനിരന്നിട്ടുണ്ട്. അവർ ഒന്ന് പേരും ഒക്കെ ഒന്ന് പറയാമോ? കലാമണ്ഡലം അഭിഷേക് കുഞ്ഞിരാമൻ, കബീർ പ്രകാശ്, മിഥുൻ, ഇവര് ഗിരീഷ്, ഉണ്ണികൃഷ്ണൻ, അപ്പോൾ നമ്മുടെ റഷീഖ് മനോജ്. രോഹിണി, നമ്മുടെ ഈ പഞ്ചവാദ്യം ടീം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇതൊന്ന് ഭംഗിയായി ഒന്ന് കൊട്ടാൻ പോവുകയാണ്. അതൊന്ന് നമുക്ക് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. രോഹിണി, ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഒരു പക്ഷേ ഈ രാജ്യ തലസ്ഥാനത്ത് ഒട്ടനവധി മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടുണ്ടാകും, ഒട്ടനവധി മുഖ്യമന്ത്രിമാർ വന്നു പോയിട്ടുണ്ടാകും. പക്ഷേ നിലവിൽ രേഖാ ഗുപ്താജി, നമ്മൾ മുഖ്യമന്ത്രി രേഖാ ഗുപ്താജിയോട് സംസാരിച്ചു. ഓണാഘോഷ പരിപാടികൾ നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. വളരെ സന്തോഷത്തോടെ എൻ്റെ വസതിയിൽ തന്നെ അതായിക്കോട്ടെ എന്ന് പറയുകയാണ്. തുടങ്ങാം.
രോഹിണി, ഇനി നമ്മൾ ഈ കേട്ടത് വിളംബരമാണ്, ഓണ വിളംബരമാണ് നമ്മൾ ഈ കേട്ടത്. അത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ രാജ്യ തലസ്ഥാനത്താണ് ഈ പരിപാടി നടക്കുന്നത്. നമ്മുടെ തിരുവാതിര ടീമിനെയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് മുന്നിൽ തിരുവാതിര അവതരിപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നവരാണ്. നമ്മുടെ ടീം സജ്ജമാണോ? മുഖ്യമന്ത്രിക്ക് മുന്നിൽ തിരുവാതിര ഞങ്ങൾ പൂർണ്ണ സജ്ജമാണ്. മുഖ്യമന്ത്രിയുടെ വസതിയിൽ, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കുമല്ലേ ഈ പരിപാടി വന്ന് അവതരിപ്പിക്കുന്ന ഒരു ഓണം ആഘോഷിക്കുന്നത്? അതെ, ഞങ്ങൾ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തുന്നത്. ഇതിൽ വളരെ താങ്ക്സ് ഉണ്ട്. ജനം TV ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തതിൽ, ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതിലും വളരെ താങ്ക്സ്. അപ്പോൾ നമ്മുടെ തിരുവാതിര ടീമിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഈ പരിപാടിക്ക് മുഴുവൻ കാർമ്മികത്വം വഹിക്കുന്ന രണ്ടുപേരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒന്ന് നമ്മുടെ ജിഷ്ണു കൃഷ്ണൻ. ജിഷ്ണു, എങ്ങനെയാ പരിപാടി വലിയ ഗംഭീരമാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞിട്ടുണ്ടോ? ഓണം നമ്മൾ കളറാക്കുവാണ്. രാജ്യ തലസ്ഥാനത്ത് നമ്മൾ ഈ ഒരു പ്രോഗ്രാം അറിയിച്ച് എല്ലാവരും പറഞ്ഞത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു CMന്റെ വസതിക്കുള്ളിൽ വെച്ചിട്ട് ഒരു ചാനൽ മലയാളികളെ മുഴുവൻ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു ഓണാഘോഷം നടത്തുന്നത്. ഓണം ആഘോഷമാക്കണം. അതായത് ശ്രീകാന്ത്, കേരളത്തിന് പുറത്ത് നമുക്ക് കേരളത്തിൽ തിരുവോണം ഉത്രാടമാണ് ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവപ്പെട്ട 2 ദിവസം. പക്ഷേ കേരളത്തിന് പുറത്ത് ഒരു ഓണത്തിൻ്റെ ഒരു 20 ദിവസം മുൻപും 20 ദിവസത്തിന് ശേഷവും മുഴുവൻ ആഘോഷമാണ്. അപ്പോൾ രാജ്യ തലസ്ഥാനത്ത് ഓണാഘോഷങ്ങൾക്ക് ജനം TV മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്ന് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ ആസ്ഥാന ആങ്കർ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഓണം പരിപാടിയുടെ കോമ്പയറിംഗ് നടത്തുന്നത് ദേവപാലയാണ്. ദേവപാല, എങ്ങനെയുണ്ട്? മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നമ്മളൊരു ഓണം ആഘോഷിക്കുകയാണ്. രാജ്യ തലസ്ഥാനത്തെ മലയാളികൾക്ക് എല്ലാം ഒരു അഭിമാനം തന്നെയായിരിക്കും അല്ലേ അത്? അതെ, തീർച്ചയായിട്ടും. ഓണാഘോഷം എന്ന് പറയുന്നത് നാട്ടിലായാലും എവിടെയായാലും ഓണം എന്ന് പറയുന്ന ഒരു വികാരമാണ് മലയാളികൾക്ക്. ഇപ്പോൾ ഡൽഹി CMന്റെ വീട്ടിൽ ഓണാഘോഷം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇത് കൂടുതലാണ്. അപ്പോൾ നോക്കിയിരിക്കുകയാണ് CM വരാനായിട്ട്. അപ്പോൾ നമ്മുടെ ജനം സൗഹൃദ വേദിയുടെ പ്രസിഡന്റ് ജയപ്രകാശ് കൂടി ചേർന്ന്. ജയപ്രകാശ് കുറേ വർഷങ്ങളായി തന്നെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വീട്ടിലൊരു ഓണാഘോഷം ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും അല്ലേ? ഇത് ശരിക്കും വ്യത്യസ്തമായിട്ടുള്ളൊരു ഓണാഘോഷമാണ്. ഞങ്ങളെപ്പോലെ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായിട്ട് ഡൽഹിയിൽ താമസിക്കുന്നവർക്ക് വ്യത്യസ്തമായിട്ടൊരു അനുഭവമാണ്. ആദ്യത്തെ ഒരു ഓണമാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വെച്ച് ഓണാഘോഷം നടത്തുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആനന്ദദായകമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തീരെ പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. രാമൻജി നമ്മുടെ ജനം സൗഹൃദ വേദിയുടെ വൈസ് പ്രസിഡന്റാണ്. ജനം സൗഹൃദ വേദിയുടെ ജോയിന്റ് സെക്രട്ടറി പ്രസാദ് ജി. അങ്ങനെ ജനം കുടുംബം ഒന്നാകെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അംഗമാണ് ഇത്, പങ്കജ്ജിയാണ് നമുക്ക് ജനം TVക്ക് ഇവിടെ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നിട്ടുള്ളത്. പങ്കജ്ജി നമ്മോടൊപ്പം തന്നെയുണ്ട്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആദ്യം സമീപിക്കുന്നത് പങ്കജ്ജിയാണ്. തുടക്കം മുതൽ നമ്മോടൊപ്പം നിൽക്കുന്ന വ്യക്തി കൂടിയാണ് പങ്കജ്ജി. താങ്ക് യു പങ്കജ്ജി. അപ്പോൾ നമ്മുടെ പരിപാടി ഇതേ മോഹിനിയാട്ടം, കുട്ടികളിത് ഓടരുത്. എന്താണ് ഇന്ന് ഇവിടെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നമ്മൾ ഓണം ആഘോഷിക്കാൻ എത്തിയിരിക്കുകയാണ്. എക്സൈറ്റഡ് ആണോ അതിന്? അതെ, ഒരുപാട് എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടായിരിക്കും അല്ലേ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം? അതെ, ആദ്യമായിട്ടാണ്. മുഖ്യമന്ത്രിന്റെ മുന്നിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവരുടെ റെസിഡൻസിൽ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആദ്യമായിട്ടാണ്. അപ്പോ ഈ പരിപാടി കളറാക്കാൻ വേണ്ടി ജനം TVയുടെ ഡൽഹിയിലെ ഓണാഘോഷം അതിഗംഭീരമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ അത് തത്സമയം എത്തിക്കും. ഒപ്പം തന്നെ തിരുവോണം നാളിൽ ഇതിന്റെ ടെലികാസ്റ്റിംഗും ഉണ്ടാവുകയും ചെയ്യും. രോഹിണി, ശരി, ഏതായാലും കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഇനി തുടർ മണിക്കൂറുകളിലും എത്താം. ശ്രീകാന്ത്, ജനം TVയുടെയും ജനം സൗഹൃദ വേദിയുടെയും നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കപ്പെടുന്ന ഓണമറ്റ് ദില്ലി ഓണാഘോഷ പരിപാടി. മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ ഔദ്യോഗിക വസതിയിൽ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇങ്ങനെ സജ്ജമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.